പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളയ്ക്ക് ശേഷം മറ്റൊരു പെരുങ്കൊള്ള കൂടി പുറത്തു വന്നിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്നത് മറ്റൊരു പെരുങ്കൊള്ളയായിരുന്നു എന്നത് ഇപ്പോൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു. എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമം? ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അല്ലാതെ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ട് 75 വർഷമായി, അതുകൊണ്ട് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾ നടത്തിയേക്കാം, അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. അതൊക്കെ പുറംപൂച്ചായിരുന്നു, പുറമേ നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു. ഭൂരിപക്ഷ ഹിന്ദുക്കളെ ഉൾപ്പെടെ തങ്ങൾക്ക് അടുപ്പിച്ച് കൊണ്ടുവരിക, കഴിയുമെങ്കിൽ BJPയുടെ വോട്ടിങ്ങോട്ട് വാങ്ങിക്കുക, ഈഴവരിൽ തന്നെ SNDPയുടെ കൂടെ നിൽക്കുന്നവരെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരിക, നായന്മാരായിട്ടുള്ള ഹിന്ദുക്കളെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരിക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു ആഗോള അയ്യപ്പ സംഘം. അതുകൊണ്ടാണ് NSS ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അയ്യപ്പ സംഗമം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഉത്തരവാദിയും പ്രതിയും വിജയനല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ മനസ്സിലാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെലവനങ്ങളൊക്കെ പലതും നോക്കുമ്പോഴത്തേക്ക് പലതും ഒക്കെ ചെലവനങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറൊക്കെയാണ്. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ആരുടെ കീഴിലാണുള്ളത്? 37 ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ് ബുക്ക് ചെയ്തത്. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ആളാണ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതെന്ന് പറഞ്ഞാൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ദേവസ്വം ബോർഡാണ് നടത്തിയത്, ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ശബരിമല പെരുങ്കൊള്ളയുടെ ഭാഗമായി ശ്രീകോവിലിൽ നിന്നുള്ള സ്വർണം CPM-കാരനെ അടിച്ചുകൊണ്ട് പോയി വിറ്റ് കാശാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ള ആ പണം ഉപയോഗിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിൽ നിന്ന് 3-4 കോടി രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ് വിജയനും കൂട്ടരും. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല, അതായത് സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല എന്ന് പറയുന്നത് R. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപനാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച SM റിപ്പോർട്ട് 2026 6 മാസത്തിലെ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. വളരെ ആധികാരികമായിട്ടുള്ള ഒരു ന്യായാധിപൻ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് നടത്തി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ട് തെറ്റേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവരെ കൊണ്ട് ഒരു ഓഡിറ്റ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ഓഡിറ്റ് നടത്തി. അത് 7/2/2026 അത് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇതിൽ കോടതി എടുത്തിട്ടുള്ള നിലപാട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്നും പറഞ്ഞ് കോടതിയുടെ മുന്നിൽ ചെന്നപ്പോൾ കോടതിയുടെ മുന്നിൽ പല പെറ്റീഷൻ വന്നപ്പോഴത്തേക്കും കോടതി സർക്കാരിനോട് ചോദിച്ചു, എന്താണ് നടക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദേവസ്വം ബോർഡിൻ്റെ 1 നയാ പൈസ പോലും ചെലവഴിക്കുന്നതല്ല, ഇത് സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടുപിടിച്ചാണ് ഇത് നടത്താൻ പോകുന്നത് എന്നുള്ള സർക്കാർ മറുപടി കൊടുത്തു. ആ മറുപടി തൊണ്ടതൊറാതെ വിഴുങ്ങിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുവദിച്ചെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വിലക്കിയിരുന്നെങ്കിൽ 3-4 കോടി രൂപ അയ്യപ്പ ഭക്തന്മാരുടെ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ഈ CPM-കാർ അടിച്ചു മാറ്റാതെ ഇരിക്കുമായിരുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും കോടതി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. നടത്തി കഴിഞ്ഞ കോടതി ഇതിൻ്റെ കണക്കുകൾ ചോദിച്ചു. കണക്കുകൾ ചോദിക്കുമ്പോൾ സർക്കാർ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകരുത്. അവസാനം കോടതിക്ക് ഭ്രാന്തായി. കോടതി പറഞ്ഞു, പറ്റില്ല, കണക്കുടനെ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതാണിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഇത് വളരെ സുതാര്യമായി, സാമ്പത്തികമായി വളരെ സുതാര്യമായി നടപ്പിലാക്കണം എന്ന കോടതിയുടെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഒട്ടേറെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ
ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഈ ജയകൃഷ്ണൻ്റെ ഈ റിപ്പോർട്ടിൽ ആദ്യമായി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനെയൊന്നും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വിശദീകരിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് 13/8/2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തൊരു തീരുമാനപ്രകാരം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുകയാണ്. അത് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അവരെ നടത്താൻ ഏൽപ്പിക്കുകയാണ്. അവരെ നടത്താൻ ഏൽപ്പിച്ചപ്പോഴത്തേക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന, ഈ കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന, ഒരു ടെൻഡറോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ബിഡിംഗ് പ്രൊസീജിയർ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല 10% അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജ് കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഒരു ടെൻഡറും കോമ്പറ്റീറ്റീവ് ബിഡിങ്ങും ഇല്ലാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ നൽകിയത്. അത് ആർബിട്രറിയും എക്സോർബിറ്റൻറ്റുമായിരുന്നു. ഇതാണ് പിന്നെ ഇതിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയും. എന്നിട്ട് പറയുകയാണ്, ഈ IIIC അതാണല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അവർ കൊണ്ടുവന്ന ഇൻവോയ്സുകൾ, അവർ സബ് കോൺട്രാക്ടർമാർക്ക്, IIIC സബ് കോൺട്രാക്ടർമാർക്ക് കൊടുത്ത ഇൻവോയ്സുകൾ, അതിലൊന്നും ഈ പ്രത്യേകമായിട്ടുള്ള ഹെഡുകളിൽ ഈ ചെലവിനങ്ങൾ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനെ തുടർന്ന് വെരിഫിക്കേഷൻ ഓഫ് ദ ലെഡ്ജർ വൈസ് എക്സ്പെൻഡിച്ചർ നടത്തിയപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കുഡ് നോട്ട് ബി ക്യാരിഡ് ഔട്ട് സോൾലി ബേസ്ഡ് ഓൺ ദി ഇൻവോയ്സസ്. അതുകൊണ്ട് ഇൻവോയ്സസിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലവ് ഒന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് ഈ സബ് കോൺട്രാക്റ്റുകൾ, അതായത് ഈ IIIC കൊടുത്ത സബ് കോൺട്രാക്റ്റ് പ്രകാരം നടന്ന പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ചെലവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഓഡിറ്റർ ഈസ് അണേബിൾ ടു വെരിഫൈ ദി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി IIIC ആൻഡ് സബ് കോൺട്രാക്ടേഴ്സ് സിൻസ് ദ സെയിം വാസ് നോട്ട് മെയ്ഡ് അവൈലബിൾ ഫോർ ഓഡിറ്റ്. മനസ്സിലായില്ലേ? ആ എഗ്രിമെൻറ്റ് ഓഡിറ്റിന് മുന്നിൽ കൊടുത്തു പോലുമില്ല. എന്നിട്ട് പറയുകയാണ്, അക്കമഡേഷൻ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കമഡേഷൻ ചെലവ് 37,25,752 അക്കമഡേഷൻ ചെലവ്. അതിൽ 37,452 രൂപ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ല് ചെയ്തിരിക്കുന്നത്. അതെന്തിന്? ഹോട്ടൽ ബുക്കിങ്സിന് വേണ്ടിയിട്ടുള്ള 37 ലക്ഷം രൂപ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ബില്ല് ചെയ്തിരിക്കുന്നു. ആ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ് ഞാൻ നേരത്തെ പറഞ്ഞ JDയുടെ കീഴിലുള്ളതാണ്. JD മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതാണ്. എന്നിട്ട് ആൻഡ് 25,000 വാസ് ഡയറക്ട്ലി ബിൽഡ് ഇൻ ദ നെയിം ഓഫ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഫോർ ദ ഇൻവോയ്സസ് റേസ്ഡ് ഇൻ ദിസ് റിഗാർഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് നോ GST രജിസ്ട്രേഷൻ നമ്പർ ഇസ് പ്രൊവൈഡഡ്. GST നമ്പർ രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ, ജോയിൻറ്റ് മെഷർമെൻറ്റ് ഷീറ്റിൻ്റെ വെരിഫിക്കേഷൻ നടന്നപ്പോൾ അതിനകത്തും വീഴ്ചകളുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ചില എക്സ്പെൻഡിച്ചർ വുഡൻ ഫ്രെയിംഡ് സെൻട്രൽ ടേബിൾ ആൻഡ് ടേബിൾ ഗ്ലാസ് ടോപ്പ് ഫിനിഷ് റിഫ്ലക്റ്റഡ് ആൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് 15 നമ്പേഴ്സ് ഇൻ ദ ബിൽ ആൻഡ് ഓൺലി 4 numbers were certified in the joint measurement sheet. മനസ്സിലായില്ലേ? അതായത് വുഡൻ ഫ്രെയിംഡ് സെൻട്രൽ ടേബിൾ വിത്ത് ഗ്ലാസ് ടോപ്പ് ഫിനിഷ്, അത് 15 ഉണ്ടെന്ന് ബില്ല് ഓഫ് ക്വാണ്ടിറ്റിയിൽ കാണിച്ചു. പക്ഷേ അത് ജോയിൻറ്റ് മെഷർമെൻറ്റ് ഷീറ്റിൽ നോക്കിയപ്പോൾ 4 കാണിച്ചുള്ളൂ. വിത്ത് എ നോട്ട് സ്റ്റേറ്റിംഗ് 15 numbers എക്സ്ട്രാ പ്രൊവൈഡഡ്, ടോട്ടലിംഗ് 19 numbers. 19 ഉണ്ടെങ്കിലും അതിൽ 4 കാണിച്ചുള്ളൂ. അതുപോലെ തന്നെ VIP മാർക്ക് ഫുഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണിച്ചത് the item was not originally included in the approved budget. Approved budgetil അത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. And no certification was provided in the joint management sheet for executing quantity of one amounting to 30,000. അതുപോലെ തന്നെ ചെലവിൻ്റെ കാര്യത്തിൽ പറയുന്നത് കേബിളിംഗ്, സെറ്റിലിംഗ് പാനൽ, ബോർഡ് ആൻഡ് കണക്റ്റഡ് വർക്ക്സ് ഓഫ് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എമൗണ്ടിങ് ടു 2,80,000. അതിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി വാസ് ഷോൺ ആസ് 1 in the bill of quantity. How the same was not certified in the joint measurement sheet. 50 കിടക്കകൾ, 1,73,000 കിടക്കകൾക്ക് GST ഉൾപ്പെടെ 1,73,000 രൂപ 50 കിടക്കകൾക്ക് കൊടുത്തത് അത് ജോയിൻറ്റ് മെഷർമെൻറ്റ് ഷീറ്റിൽ കാണാനുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, further it was observed that the expenses included in the bill of quantity plus cost plus under extra items from item 47 to 68 aggregating 24 lakhs have not been included in the joint measurement sheet. ഇത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ GST റെക്കോർഡുകൾ വെരിഫൈ ചെയ്തപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു GST ഇൻപുട്ട് ക്രെഡിറ്റ് എമൗണ്ടിങ് ടു 1,07,00,000
in connection with the events, out of which 45 lakhs has already been reflected in the GST. അതായത് 1 കോടി രൂപ അവർക്ക് കിട്ടേണ്ടതാണ് GST പ്രകാരം. അതിൽ 45 ലക്ഷം രൂപ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് കറസ്പോണ്ടിങ് ഇൻവോയ്സസ് ഹാവ് ബീൻ റേസ്ഡ് ഫോർ ദ ബാലൻസ് ഇൻപുട്ട് ക്രെഡിറ്റ്. അത് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് in 2B. Further, during the period, amount of 51 lakhs has been remitted from the bank account maintained in Dhanalakshmi Bank through direct bank account. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലൂടെ 51 ലക്ഷം രൂപ ധനശ്രീ ബാങ്കിൽ റെമിറ്റ് ചെയ്തിരിക്കുന്നു. ബട്ട് നോ കൺഫർമേഷൻ റിഗാർഡിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻപുട്ട് ക്രെഡിറ്റ് ടാക്സ് റിലേറ്റഡ് ടു ആഗോള അയ്യപ്പ സംഗമം വാസ് റിസീവ്ഡ് ഫ്രം TDB. വെദർ ദ സെയിം ഹാസ് ബീൻ അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ജനറൽ ഫണ്ട്. വലിയ ക്രൂരമായിട്ടുള്ള വീഴ്ചകളാണ്. അതായത് ഡീറ്റെയിൽസ് ഓഫ് സ്പോൺസർഷിപ്പ്, 2 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് ഇൻകം, അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല. ജനറൽ ഫണ്ടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത 2 കോടി രൂപ തിരിച്ച് വന്നിട്ടില്ല. കൾച്ചറൽ ഇവൻറ്റ്സിന് 8 ലക്ഷം രൂപയാണ് കാണിച്ചത്. പക്ഷേ അത് ഇറ്റ് വാസ് ഷെഡ്യൂൾഡ് ആസ് 2 lakhs. ആലോചിച്ച് നോക്കണം. അതായത് സ്പോൺസർഷിപ്പിന് കൊടുത്ത 2 കോടി രൂപ തിരിച്ചു വന്നിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്ത 2 കോടി രൂപ തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് കോടതി കൊടുത്ത റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ എബവ് നോട്ടഡ് ആർ സം മേജർ ലാപ്സസ് ആൻഡ് ഐ എം സബ്മിറ്റിംഗ് ഹിയർ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ദ ദേവസ്വം ബോർഡ് ഫോർ ദ കൺസിഡറേഷൻ ആൻഡ് ഫർദർ ആക്ഷൻസ് ഇൻ ദി മാറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് തെളിയുന്നത് എന്താ സുഹൃത്തുക്കളെ? ഇതിൽ നിന്ന് തെളിയുന്നത് വലിയ പെരുങ്കൊള്ള ശബരിമലയിലെ ശ്രീകോവിൽ നടന്നതിന് ശേഷം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി നടന്നിരിക്കുന്നു. അത് നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് ആരാ? അത് നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ്, ന്യായാധിപനായിട്ടുള്ള R. ജയകൃഷ്ണൻ. അദ്ദേഹം കോടതിക്ക് സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ അതിഗുരുതരമായിട്ടുള്ള വീഴ്ചകളുണ്ടെന്ന് പറയുന്നത്. ഇത് വേറെ ആരുടെയും കളയാൻ ഉള്ള കിറക്കടലാസ് അല്ല ഇത്. ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്ത. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കാണുന്നത്? ശബരിമലയിൽ നടന്ന ശ്രീകോവിൽ പെരുങ്കൊള്ളയ്ക്ക് ശേഷം അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി ശതകോടികളുടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നു. ആ വെട്ടിപ്പ് നടന്നത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മാറ്റിയിരിക്കാൻ കഴിയില്ല. കാരണം ഹോട്ടൽ ബില്ല് 35 ലക്ഷം രൂപ പിണറായി വിജയൻ്റെ കീഴിലുള്ള GADയിലെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയനൊക്കെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ്. ഇത് ഊരാളുങ്കലിനാണ് കൊടുത്തിരിക്കുന്നത്. ഊരാളുങ്കൽ പിണറായി വിജയൻ്റെ ഒരു ഖജനാവാണെന്നുള്ള ആരോപണമുണ്ട്. ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഊരാളുങ്കലിൻ്റെ ഭാഗമായിട്ടുള്ള CM രവീന്ദ്രൻ പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുള്ളതിനുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വെട്ടിച്ച തുക പിണറായി വിജയൻ്റെ ഖജനാവിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.